എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമൃതം പൊടിയും കൊണ്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. കൊക്കോ പൗഡർ ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഇത് 500 ml ഉണ്ട്. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓണാക്കിയാൽ മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇനി പാൽ നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം മുഴുവൻ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ അമൃതം പൊടി ചേർത്തത് കൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത് ഗാലക്സിയുടെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതൊരു 40 ഗ്രാമിൻ്റെ ചോക്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് തന്നെ ചേർക്കണമെന്നില്ല, ഏത് ചോക്ലേറ്റ് വേണേലും ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ചോക്ലേറ്റിനനുസരിച്ചും ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവാം. ഇനി ഈ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് അലക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം ഇവിടെ നന്നായിട്ട് അലത്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷവും ഇത് കുറച്ച് സമയം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് ആറിയതിന് ശേഷം വേണം നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കാഷ്നട്ടും ബദാമും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ല നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഐസ്ക്രീമിൽ ഇങ്ങനെ നട്ട്സ് കടിക്കുന്നത് ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നെയ്യിൽ നിന്നൊന്ന് കോരി എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വറുക്കുന്നതിനേക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് വറുത്തതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ തരി പോലെയുള്ളതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊരു ചെറിയതായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഐസ്ക്രീമിന് അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും വരുന്നേ ഇല്ല. അമൃതം പൊടി ഇട്ടിട്ടുണ്ട് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ളൊരു പാത്രത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അമൃതം പൊടിയുടെ വേറെയും കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമൃതം പൊടി ഇല്ലെങ്കിൽ നിങ്ങളിത് ഗോതമ്പ് പൊടി കൊണ്ടോ അരിപ്പൊടിയോ പകരം ഇട്ടാൽ മതിയാകും. അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റാണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചതാണ്. എല്ലാം നന്നായിട്ട് കട്ടയായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ തയ്യാറാണ്. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബദാമോ കാഷ്നട്ടോ കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. എസൻസോ കൊക്കോ പൗഡറോ ഒന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഇത് എൻ്റെ റെസിപ്പീസ് പലരും ട്രൈ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് തന്നതാണ്. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ജോ കിച്ചൻ ഡയറീസിൻ്റെ ഫേസ്ബുക്ക് പേജിലോട്ട് അയച്ചു തന്നാൽ മതിയാകും. അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.